CS സുജാത, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളടക്കം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളടക്കം ഫലം കണ്ടിരിക്കുന്നു. താൽക്കാലികമാണെങ്കിൽ പോലും ആശ്വാസകരമാണ്. 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അവർക്കിതാ ജാമ്യം ലഭിക്കുന്നു. CS സുജാത, തീർച്ചയായിട്ടും അതില് സന്തോഷമുണ്ട്. കാരണം ഞാനിപ്പോ എയർപോർട്ടിൽ എത്തിയതേ ഉള്ളൂ. ടീച്ചർ ഞാനും കൂടി ഇന്നലെ വൈകിട്ടാണ് അവിടുന്ന് തിരിച്ചത്. അപ്പോ ഇന്നലെ കണ്ടിരുന്നു. അതെ അതെ, ഞങ്ങള് ഇന്നലെ സിസ്റ്റർമാരോട് സംസാരിച്ചപ്പോൾ ഞങ്ങള് പറഞ്ഞു ഇന്ന് ജാമ്യം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് ഈ കേസ് തന്നെ ഇല്ലാതാകണം. കാരണം വളരെ നിരപരാധികളായിട്ടുള്ള 2 സിസ്റ്റർമാര് എത്രയോ വർഷമായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവരാണ്. കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന, ക്യാൻസർ രോഗികളെ ശുശ്രൂഷിക്കുന്ന, TB രോഗികളെ ശുശ്രൂഷിക്കുന്ന, പാവപ്പെട്ട കുഞ്ഞു മക്കൾക്ക് പഠിക്കാൻ അവസരം കൊടുക്കുന്ന, ആ നിലയിൽ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന അവരെയാണ് ഈ രൂപത്തിൽ ദിവസങ്ങളോളം ജയിലിലിട്ടത്. ആ ജയിലില് സിസ്റ്റർമാരെ സന്ദർശിക്കുമ്പോഴും അവര് പറയുന്നത് പാവങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളെ എത്ര മോശമായിട്ടാണ് ബജറംഗദളിന്റെ പ്രത്യേകിച്ച് ജ്യോതി ശർമ്മ എന്ന സ്ത്രീയൊക്കെ എത്ര ഭീകരമായിട്ടാണ് ആക്രമിച്ചത്. ആ വിഷമമാണ് അവർ ഞങ്ങളെ കാണുമ്പോഴും പങ്കുവച്ചത്. എന്തായാലും എല്ലാ ഇടതുപക്ഷത്തിന്റെയും MP-മാരുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളുടെ എല്ലാം പോരാട്ടത്തിന്റെയും പരിശ്രമത്തിന്റെയും ഒക്കെ ഫലം രാജ്യത്തുണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം ഇത് ഭരണഘടനയോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളാണ് അവർക്ക് നിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ ഇടത് MP-മാർ സൂചിപ്പിച്ച പോലെ ഈ കള്ളക്കേസിൽപ്പെടുത്തിയാണ് അവരെ ഇട്ടിരിക്കുന്നത്. നിരപരാധികളുടെ മേൽ ചുമർത്തിയിട്ടുള്ള ഈ കേസ് തന്നെ ഇല്ലാതാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.